നിലമേലിൽ ബാങ്ക് കവർച്ച നടത്തിയ മോഷ്ടാവിനെ ചോദ്യം ചെയ്ത പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പ്രതി ലക്ഷ്യമിട്ടത് ATM കവർച്ചയാണ്. പിന്നീടാണ് ബാങ്ക് കവർച്ചയിലേക്ക് എത്തിയത്. മോഷണത്തിനിറങ്ങിയത് ആഡംബര ജീവിതം ആഗ്രഹിച്ച് മോഷണത്തുകയുമായി ആദ്യം പോകാൻ ഉദ്ദേശിച്ചത് മണാലിയിലേക്കാണ്. മണാലി ലക്ഷ്യമിട്ടാണ് ഒരു ബാങ്ക് കവരാൻ അതിവിദഗ്ധനായ മോഷ്ടാവ് എത്തിയത്. പക്ഷേ മോഷണ ശ്രമം പാതിയിലെ പാളിപ്പോയി. സോഫ്റ്റ്വെയർ മേഖലയിൽ മികച്ച പരിജ്ഞാനം, സൗദി അറേബ്യയിൽ മർച്ചന്റ് നേവിയിൽ ജോലി. കയ്യിലിരിപ്പ് കാരണം ജോലി നഷ്ടമായതോടെ തിരികെ നാട്ടിലേക്ക്. ഒടുവിൽ കുടുംബവുമായി പിണങ്ങിപ്പിരിഞ്ഞ് ലോഡ്ജ് മുറിയിൽ താമസം. ഏത് വിധേനയും കാശുണ്ടാക്കണമെന്ന മോഹമാണ് മോഷണത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ ഒടുവിൽ അഴിക്കുള്ളിലേക്ക്. നിലമേൽ IDFCയുടെ ഫസ്റ്റ് ഭാരത് ബാങ്കിൽ കവർച്ച നടത്തിയ നിലമേൽ വെഹിക്കൽ സ്വദേശി 31-കാരൻ മുഹമ്മദ് സമീറിന്റെ ജീവിതം ഇങ്ങനെ. ആഡംബര ജീവിതം നയിക്കുന്നതിനു വേണ്ടിയാണ് മോഷണത്തിനിറങ്ങിയതെന്നും പണം ലഭിച്ചിരുന്നുവെങ്കിൽ മണാലിയിലേക്ക് പോകുമായിരുന്നുവെന്നും പ്രതി പോലീസിനോട്. ബൈ റോഡുകൾ കേന്ദ്രീകരിച്ച്, അതായത് നടന്നു വരാൻ സാധ്യതയുള്ള വഴികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അപ്പോ ആ ഭാഗത്തായിട്ട് ഏകദേശം ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു ലോഡ്ജ് ഉള്ളതായിട്ട് മനസ്സിലായി. അവിടെ അതിഥി തൊഴിലാളികളാണ് താമസിക്കുന്നത്. അവിടെ ഒരു മലയാളി ഉള്ളതായിട്ട് വിവരം ലഭിച്ചു. അപ്പോൾ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോഴും അവിടെ അങ്ങനെ ഒരാള് നിലവിലില്ലായിരുന്നു. പിന്നീട് നമ്മൾ മുന്നോട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇടയ്ക്ക് വന്നു പോകുന്നതായിട്ടും വല്ലപ്പോഴും വന്ന് താമസിക്കുന്നതായിട്ട് വിവരം ലഭിച്ചു. അപ്പൊ തന്നെ അയാളെ വെരിഫൈ ചെയ്തപ്പോൾ ഏകദേശം ആളിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടി. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഷണം നടന്ന സമയവും ഈ സമയം MC റോഡ് വഴി കടന്നുപോയ നൂറുകണക്കിന് വാഹനങ്ങളുടെയും ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. തുമ്പൊന്നും കിട്ടാതായതോടെ സമീപ പ്രദേശങ്ങളിലെ ഇടറോഡുകൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് നടന്നു പോകുന്ന ദൃശ്യം ലഭിച്ചത്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പോലീസ് മുഹമ്മദ് സമീറിലെത്തിയത്. യൂട്യൂബ് വീഡിയോസും സിനിമകളും കണ്ട് ATM കവർച്ച പരിശീലിച്ച പ്രതി പിന്നീടാണ് ബാങ്ക് കവർച്ചയിലേക്ക് മാറിയത്. മോഷണം നടന്ന ബാങ്കിലും താമസിച്ചിരുന്ന ലോഡ്ജിലും പ്രതിയെ എത്തിച്ച് തെളിവെടുത്തു. മോഷണത്തിനുപയോഗിച്ച കട്ടറും മോഷ്ടിച്ച DVRകളും കണ്ടെടുത്തു. പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 കൊട്ടാരക്കര.